ശ്രീ യുവരാജ് ഗോകുൽ, ബിജെപിക്ക് മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും ചോദ്യമുണ്ടോ? ബിജെപിക്ക് മുഖ്യമന്ത്രിയോട് എന്ത് ചോദ്യം ചോദിക്കാനാണ്? അദ്ദേഹത്തിന്റെ ഭരണപക്ഷത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരു MLA അദ്ദേഹം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെ കുറിച്ചിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. ആ ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ ADGPക്കെതിരായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ ശശിശങ്കർ അല്ലെ അദ്ദേഹത്തിനെതിരായിട്ട് വന്നു, ശശിധരൻ അദ്ദേഹത്തിനെതിരായിട്ട് വന്നിട്ടുണ്ട്, സുജിത് ദാസിനെതിരായിട്ട് വന്നിട്ടുണ്ട്. ഈ SP ആയിരുന്നുള്ള സുജിത് ദാസ് തന്നെ വളരെ മോശമായിട്ട് ADGPയെ കുറിച്ച് പറയുന്നുണ്ട്. P ശശിയെ കുറിച്ചിട്ട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അതിനകത്ത് വളരെ കാര്യമായിട്ടൊരു അന്വേഷണം നടത്തിയിട്ട് ഈ പറയുന്ന ഇപ്പോ എന്താ പറയേണ്ട, ഇപ്പൊ പോലീസ് തന്നെ സ്വർണ്ണം പൊട്ടിക്കൽ പോലുള്ള കാര്യങ്ങൾ നടത്തുന്നു എന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആ ആരോപണങ്ങളിൽ വസ്തുതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്തി അതിനകത്ത് കൃത്യമായിട്ട് നടപടിയെടുക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുജിത് ദാസിനെതിരെ നടപടി വന്നു, ഇന്നലെ SP ശശിധരനെതിരെ നടപടി വന്നു. പക്ഷേ MR അജിത് കുമാറിനെതിരെ മാത്രമാണ് നടപടിയില്ലാത്തത്. ഇങ്ങനെ ഗുരുതരമായ ഒട്ടനവധി ആരോപണങ്ങൾ നേരിടുന്ന, RSSുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് മാത്രമല്ല, ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന MR അജിത് കുമാറിനെ മാത്രം മുഖ്യമന്ത്രി മാറ്റാത്തതിൽ ഇടതുമുന്നണിയിൽ പോലും അമർഷമുണ്ട്. BJPക്ക് അമർഷമുണ്ടോ? തീർച്ചയായിട്ടും BJPക്ക് അമർഷമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ യുവമോർച്ച ഇന്നലെ കാര്യമായിട്ട് തന്നെ സമരം ചെയ്തിട്ടുള്ളത്. യുവമോർച്ച സമരമുഖത്തുണ്ട്, BJP സമരമുഖത്തുണ്ട്. ADGP അജിത് കുമാറിന്റെ തൽസ്ഥാനത്ത് നിന്ന് അന്വേഷണം കഴിയുന്നതുവരെ മാറ്റി നിർത്തണം എന്ന് തന്നെയാണ് BJPയുടെ അഭിപ്രായം. BJPക്ക് മറിച്ചൊരു അഭിപ്രായ വിഷയത്തിലില്ല. അതിശക്തമായിട്ട് തന്നെ ആ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആരും ഇതുവരെയും ഈ നിമിഷം വരെയും ഈ ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഇതിനകത്ത് മറയ്ക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ എന്തിനാ ഇതിനകത്ത് ഒളിച്ചോടുന്നത്? നിങ്ങളുടെ ഏത് ചോദ്യത്തിനും ഞങ്ങളുടെ പക്കൽ മറുപടിയുമുണ്ട്. പക്ഷെ നിർബന്ധിച്ചാലേ പറയുന്നുണ്ടോ ശ്രീ യുവരാജ് ഗോകുൽ? സാധാരണ BJPയോട് അങ്ങനെ നമുക്ക് നിർബന്ധിച്ച് ചോദിക്കേണ്ടി വരാറില്ല. നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രസ് മീറ്റ് നടത്താറുള്ള ശ്രീ യുവരാജ് ഗോകുൽ എല്ലാ ദിവസവും പ്രസ് മീറ്റ് നടത്തി ശക്തമായ നിലപാട് എടുക്കുന്ന BJP സംസ്ഥാന നേതൃത്വത്തിനെ പൊടിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ലാത്ത ദിവസങ്ങളുണ്ട് ഇത്ര ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുള്ളപ്പോൾ. എല്ലാ ദിവസവും പ്രസ് റിലീസ് കൃത്യമായിട്ട് ഇറക്കുന്നുണ്ട്. K സുരേന്ദ്രൻ ഇന്നലെ വരെയും കൃത്യമായിട്ട് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. ശ്രീ V മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു ഭയം ഇല്ലെന്ന്. ഞങ്ങൾ എന്തിനാണ് ഇതിനകത്ത് ഒളിച്ചോടുന്നത്, ഒഴിഞ്ഞു മാറുന്നതും? യുവമോർച്ച സമരം നടത്തി BJP സമരം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ ശ്രീ യുവരാജ് ഗോകുൽ? MR അജിത് കുമാറിനെ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആണോ ഷാൻ? ഇത് എന്ത് തരം ചോദ്യമാണ്? യുവമോർച്ച BJP എന്ത് തരം ഉത്തരമാണ് ശ്രീ യുവരാജ് ഗോകുൽ? BJP കടുത്ത രാഷ്ട്രീയ പ്രശ്നങ്ങളുള്ളപ്പോൾ BJP യുവമോർച്ചയെ സമരത്തിന് വിട്ടിട്ട് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ഉത്തരം പറയുന്നുണ്ടല്ലോ എന്ന് പറയുകയാണോ നിങ്ങൾ സാധാരണ ചെയ്യാറുള്ളത്? അല്ല, ചിരിക്കേണ്ടി വരുന്ന അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഉൾപ്പെടെ നേരിട്ട് അല്ലല്ല, ചിരിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ ചോദ്യമല്ലേ? അതെ, യുവമോർച്ച സമരം ചെയ്തിട്ടില്ലേ എന്ന്. ഏത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്നും ആ പൊളിറ്റിക്കൽ സെക്രട്ടറി ക്രിമിനൽ അധോലോക സംഘത്തിന് നേതൃത്വം നൽകുന്നുവെന്നും ഭരണപക്ഷ MLA പറഞ്ഞിട്ട് യുവമോർച്ച സമരം ചെയ്തിട്ടില്ലേ എന്ന് ഒരു ചോദ്യം കേട്ടാൽ കേരളം മുഴുവൻ പൊട്ടിച്ചിരിക്കും സത്യമായിട്ടും. ഷാനിയുടെ സ്ട്രാറ്റജി എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കോർ പോയിന്റിലേക്ക് ചോദ്യങ്ങൾ വരികയും ഡിബേറ്റ് ആ വിഷയത്തിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അജണ്ട നടപ്പിലാകില്ല എന്നുള്ളതുകൊണ്ട് ശ്രീ യുവരാജ് ഗോകുൽ, നിങ്ങൾ കൊണ്ടുവരൂ. നിങ്ങളെ കാണുന്നില്ലല്ലോ കോർ ഇഷ്യൂലേക്ക് വരാൻ. അല്ല, കോർ ഇഷ്യൂലേക്ക് നിങ്ങൾ കൊണ്ടുവരൂ ശ്രീ യുവരാജ് ഗോകുൽ. ബീറ്റിംഗ് അറൗണ്ട് ബുഷ് കാണിക്കാതെ. അയ്യോ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ അനാവശ്യ ചോദ്യമാണ് ഇന്ന് ഞാൻ താങ്കളോട് ചോദിച്ചത്. ശ്രീ യുവരാജ് ഗോകുൽ, ഞാൻ ഇന്ന് ചർച്ചയിൽ ഇന്നത്തെ ചോദ്യമാണ് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണത്തിന്റെ ഒരു ഭാഗത്ത് BJP അല്ലെങ്കിൽ RSSനെ പിടിച്ച് അവർ നിർത്തിയിട്ടുണ്ട്, അദ്ദേഹം നിർത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചോദ്യം നേരിട്ട് ആ വിഷയത്തിലേക്ക് വരാം. പകരം നിങ്ങൾ ബീറ്റിംഗ് അറൗണ്ട് ബുഷാണ്. എന്ത് തരം ചോദ്യം? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനിവിടെ ഇരിക്കുന്നത് ഇന്നത്തെ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, നിങ്ങൾ പറയണ്ട. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഇത്ര ഗുരുതരമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ BJPയുടെ പരിപാടി എന്താണ്?
ഷാനി, ഇതിന്റെ അകത്ത് PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഇപ്പൊ തുടക്കം മുതൽ നമ്മൾ അനലൈസ് ചെയ്ത് വരേണ്ടി വരും. കാരണം PV അൻവർ അത്ര വലിയ വിശുദ്ധനാണ് എന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. PV അൻവറിന്റെ മുൻകാല ചെയ്തികൾ, അദ്ദേഹത്തിന്റെ ബിസിനസ് പരമായ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഇപ്പൊ അദ്ദേഹം തന്നെ പറയണം, അദ്ദേഹം ഫോൺ ചോർത്തി എന്ന് അദ്ദേഹം തന്നെ പറയണം. അപ്പൊ അദ്ദേഹം അത്ര വലിയ വിശുദ്ധനായിട്ടുള്ള ആളാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, PV അൻവറിന്റെ ആദ്യത്തെ പത്രസമ്മേളനം മുതൽ എടുത്തു കഴിഞ്ഞാൽ PV അൻവർ ഇതിനകത്ത് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കാതലുണ്ട് എന്നുണ്ടെങ്കിൽ, അതിനകത്ത് മെറിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നടപടിയെടുക്കണം. ADGP അജിത് കുമാർ ആയാലും ശരി തന്നെയാണ്, SP സുജിത് ദാസ് ആയിരുന്നാലും ശരി തന്നെയാണ്, ആരായിരുന്നാലും ശരി തന്നെയാണ് നടപടിയെടുക്കണം. പക്ഷേ അല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ മെറിറ്റ് ഉണ്ടെങ്കിൽ ആരെ കണ്ടെത്തും? മെറിറ്റ് ഉണ്ടോ എന്ന് ആര് കണ്ടെത്തും? അതിനകത്തൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി വേണമെങ്കിൽ അത് കണ്ടെത്തണം എന്നുള്ളതാണ് എന്റെ ആവശ്യം. നമുക്ക് പോയിന്റിലേക്ക് തിരിച്ചു പോവാം. ഒന്ന്, ഇദ്ദേഹം ഇപ്പൊ നിങ്ങൾക്ക് ചർച്ച കൊണ്ടുപോകാനല്ല താല്പര്യം, അങ്ങനെ നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുമോ? വേണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം അല്ലല്ല, ഞാനൊരു കാര്യം പറയട്ടെ. അതിനകത്ത് ഒരു അന്വേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പാണ് കേരളത്തില് എന്നല്ല, ഏതൊരു സ്ഥലത്തും ആഭ്യന്തര വകുപ്പാണ് അന്വേഷണം നടത്തേണ്ടത്. അന്വേഷണം നടത്തിയിട്ട് സത്യം എന്താണെന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരേണ്ടത്. പിണറായി വിജയനും P ശശിയും ഒക്കെ തന്നെ ഈ ആരോപണ നിഴലിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എത്രത്തോളം യാഥാർത്ഥ്യം പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായിട്ട് അതിന്റെ അകത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചർച്ച വേറൊരു വഴിക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജുഡീഷ്യൽ അന്വേഷണം നടക്കട്ടെ. ജുഡീഷ്യൽ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ അതിനകത്ത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അതിനകത്തും സ്വാഭാവികമായിട്ടും പറയുന്ന പോലത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇനിയെങ്കിലും എന്നെ ഒന്നും നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള പോയിന്റ് പറയാൻ വേണ്ടിയിട്ട് അങ്ങ് സമ്മതിക്കണമെന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഒന്ന്, PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ തന്നെയും അദ്ദേഹം സുജിത് ദാസുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. ആ സംസാരിക്കുന്നതിൽ തന്നെയും അദ്ദേഹം സുജിത് ദാസുമായിട്ടുണ്ടായിരുന്ന ഒരു പഴയ പേഴ്സണൽ വെഞ്ചൻസ് അദ്ദേഹം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം PV അൻവർ സുജിത് ദാസിനോട് എന്തൊക്കെയോ ആവശ്യപ്പെട്ടിരുന്നു, ആരെയൊക്കെയോ പൊസിഷനിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ PV അൻവർ ആഗ്രഹിച്ചതുപോലെ സുജിത് ദാസ് ആ പറയുന്ന കാര്യം ചെയ്തു കൊടുത്തില്ല. അപ്പൊ അതൊക്കെയാണ് അവിടെ PV അൻവർ വളരെ പ്രാധാന്യത്തോടുകൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് പരിപൂർണമായിട്ട് നമുക്ക് ആ വിഷയത്തിൽ എടുക്കാൻ കഴിയില്ല. ഇവിടെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെയും CPM-നെയും LDF-നെയും പ്രതിരോധത്തിൽ കൊണ്ട് നിർത്തിയത്. അത് VD സതീശൻ ഉന്നയിച്ച രാഷ്ട്രീയമായ ആരോപണമാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾ ഇതിവിടെ ഈ കേരളത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നത് ഇദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന നിയമപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ നടത്തിയ നിയമലംഘനങ്ങളെ അല്ല, ഇവിടെ RSS-ഉമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ്. ഇങ്ങനൊരു സാധനം എടുത്തിട്ടത് ശ്രീ VD സതീശനാണ്. അപ്പോ PV അൻവറിന് കുറച്ച് കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി, താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ ഏറിൽ നിൽക്കുകയാണ്. ഇതൊക്കെ എന്താണ്, അതിനകത്ത് എന്തെങ്കിലും മെറിറ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതൊക്കെ ഏതെങ്കിലും കാലത്ത് മാത്രമേ പുറത്തു വരുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് കുറെ സ്കോർ സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഇതാണ് ഏറ്റവും നല്ല വഴി എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായി. അതാണ് അദ്ദേഹം ഇന്നുവരെ ഇല്ലാത്ത കുറെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് എന്താണ് വേറെ എന്തൊക്കെയോ കേസുകൾ അട്ടിമറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് RSS-ന്റെ മേല് ചാരി നേരെ എന്താണ് അദ്ദേഹത്തിന് പേഴ്സണൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നതെന്നാണ് ഇന്നത്തെ വിഷയത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റ് ആണത്. റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഒന്ന്, RSS എന്ന് പറയുന്ന സംഘടന നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് പരിഹസിക്കാം, നിങ്ങൾക്ക് അതിനെ എതിർക്കാം, നിങ്ങൾക്ക് അതിനെ ഏത് തലത്തിൽ വേണമെങ്കിലും നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്യുകയും ചെയ്യും, നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ ഞങ്ങൾ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല. ദത്താത്രേയ ഹൊസബലെ എന്ന് പറയുന്ന ആള് RSS എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷന്റെ BJP-യുടെയും വിശ്വഹിന്ദു പരിഷത്തിന്റെയും BMS-ന്റെയും ABVP-യുടെ ഒക്കെ മാതൃസംഘടനയുടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ ഇറങ്ങി വന്ന് ഇവിടുത്തെ ഒരു ADGP-യുമായിട്ട് ഒരു തുക്കട ചർച്ച നടത്തിയിട്ട് ഈ ദത്താത്രേയ ഹൊസബലയെ കാണാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ ഉദ്യോഗസ്ഥർ മുഴുവനും എന്താണ് അപ്പോയിന്റ്മെന്റ് എടുത്തേക്കാണ്. തൃശ്ശൂരിലെയോ എളമക്കരയിലെ ഏതെങ്കിലും ഒരു സംഘകാര്യാലയത്തിൽ ഒരു 15 സ്ക്വയർ ഫീറ്റ് മുറിക്കാത്ത വന്ന് അദ്ദേഹം കിടന്നുറങ്ങി പോകുന്നു എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ വലിപ്പത്തിന് നിങ്ങൾ കുറച്ച് കാണരുത്. അങ്ങനെ ഒരാൾ വന്നിട്ട് ഇവിടെ ഒരു ADGP-യുമായിട്ട് ചർച്ച നടത്തിയിട്ട് എന്തൊക്കെ വലിയ അട്ടിമറി, അദ്ദേഹം ADGP-യുമായിട്ട് അത്തരത്തിലുള്ള അട്ടിമറി ചർച്ചകൾ നടത്തണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ സംസ്ഥാനത്തിന്റെ നേതാക്കളില്ലേ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ദക്ഷിണേന്ത്യയുടെ നേതാക്കളില്ലേ, അല്ലെങ്കിൽ ഈ ദത്താത്രേയ ഹൊസബലെ കണ്ടിട്ടില്ല എന്നാണോ ശ്രീ യുവരാജ് പറയുന്നത്? കണ്ടിട്ടുണ്ടാവുന്നേ. അദ്ദേഹം കുടില് മുതൽ കൊട്ടാരം വരെയുള്ള ആൾക്കാരെ കാണുന്ന ആൾക്കാരാണ്. വേണ്ടിയല്ല, ശരി, സമ്മതിച്ചു. നിങ്ങൾക്ക് അട്ടിമറിക്കാനും രാഷ്ട്രീയ ചർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തിനാണ് കണ്ടത്?
അദ്ദേഹം കുടിൽ മുതൽ കൊട്ടാരം വരെയുള്ള ആൾക്കാരെ കാണുന്ന ആളാണ് ഷാനി. ഞങ്ങളുടെ സംഘടനാപരമായ കാര്യത്തിൽ ഞങ്ങൾ അത്തരത്തിൽ എത്രയോ ഉദ്യോഗസ്ഥർ ഇപ്പൊ ISROയുടെ ചെയർമാനെ കണ്ടു. അല്ലല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ADGP ആണ് അവിടെ ചെന്ന് 1 മണിക്കൂർ ഹൊസബലയുമായി ചർച്ച നടത്തിയത്. അതെന്തിനാണ്? കഴിഞ്ഞ ദിവസം മോഹൻ ഭഗവത്ജി ISROയുടെ ചെയർമാൻ ശ്രീ സോംനാഥ് അദ്ദേഹവുമായിട്ട് കണ്ടിട്ടുണ്ട്. എന്തിനാണ്? ചന്ദ്രനിൽ എന്തെങ്കിലും അട്ടിമറി നടത്താൻ വേണ്ടിയിട്ടാണോ? ഞങ്ങൾ പലരും കാണുന്നുണ്ടെന്നേ. അല്ലല്ല, ഞാൻ പറയട്ടെ, ആരോപണം അതാണല്ലോ. ആരോപണം അതാണല്ലോ. എന്തിനാണ് കണ്ടത്? ആരോപണം വേണ്ട, അപ്പൊ സത്യം പറഞ്ഞോളൂ. എന്തിനാണ് കണ്ടത്? രണ്ട് മനുഷ്യർ തമ്മിൽ കണ്ടു കഴിഞ്ഞ് സമ്പർക്കത്തിന്റെ ഭാഗമായിട്ട് കണ്ടു. അദ്ദേഹത്തിന് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് വിശേഷ സമ്പർക്ക പ്രമുഖാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ സമൂഹത്തിലുള്ള പലരെയും സമ്പർക്കം ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ISROയുടെ ചെയർമാനെ കണ്ടു, അദ്ദേഹവുമായിട്ട് സമ്പർക്കം ചെയ്തിട്ടുണ്ട്. വിളിപ്പിച്ചതാണോ? ADGP വിളിപ്പിച്ചാണോ? RSS വിളിപ്പിച്ചാണോ? ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സംഘത്തിന്റെ മുതിർന്ന പ്രചാരകര് ഇപ്പോ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർ ഇവിടെ വരുന്നവരായിരിക്കും, ചിലപ്പോൾ സംസ്ഥാന ചുമതലയുള്ളവർ ഇവിടെ വരുന്നവരായിരിക്കും. വരുന്ന സമയത്ത് വിശേഷപ്പെട്ട ആരെങ്കിലും കാണാനുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അത് വിശേഷപ്പെട്ട ആരെങ്കിലും നമ്മുടെ കോൺടാക്റ്റിൽ അപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്യും, പൊതുവായ കാര്യങ്ങൾ ചർച്ച നടത്തും. അതിനപ്പുറത്തെ കാര്യം എന്താണ്? അതായത് RSSന്റെ താല്പര്യപ്രകാരം വിശേഷപ്പെട്ട ആളായതുകൊണ്ട് MR അജിത് കുമാറിനെ RSS മുൻകൈയെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി കണ്ടതാണ് എന്നാണോ? അത് MR അജിത് കുമാറിനെ മാത്രമല്ല ഷാനി, അതിനകത്ത് ഇപ്പൊ മുൻ അംബാസഡർമാരെ കണ്ടിട്ടുണ്ടാവും, നിലവിലെ അംബാസഡർമാരായിട്ടുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഞാന് അത് നിങ്ങളുടെ പ്രശ്നമായതുകൊണ്ടാണ്. ഞങ്ങളുടെ സംഘടനാപരമായിട്ട് ഞങ്ങൾ ഈ ശ്രേണിയിലുള്ള എല്ലാവരെയും കാണുമെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അതാണല്ലോ അത് നിങ്ങളുടെ പ്രശ്നമാണ്, ഞങ്ങളുടെ പ്രശ്നമല്ല. അത് നിങ്ങളുടെ പ്രശ്നമാണ്, ഞങ്ങളുടെ പ്രശ്നമല്ല. അത് ആ ചർച്ച നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ പോയിട്ടുള്ള അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ടും എന്താണ് വിശേഷ സമ്പർക്ക പ്രമുഖാണ് കൊണ്ടുപോയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അദ്ദേഹം ചോദിച്ചാണ്, ഈ വിശേഷ സമ്പർക്ക പ്രമുഖം എന്ന് പറയുന്ന ആൾ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് കാണും. ഞങ്ങളുടെ സംഘടനയുടെ ഏറ്റവും മുതിർന്ന ആൾ വന്നിട്ടുണ്ട്, താങ്കൾക്ക് ഒരു 10 മിനിറ്റ് അദ്ദേഹവുമായി ഇരിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ശിവരാജ് ഗോകുൽ ഇതേ വിശേഷപ്പെട്ട വ്യക്തിയെ തന്നെ 10 ദിവസത്തിനുള്ളിൽ റാം മാധവും കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചതാണോ? ഇതുപോലെ തന്നെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ആയിരിക്കും ഷാനി. ഞാൻ അതിനകത്ത് തർക്കത്തിലേക്ക് വരുന്നതല്ല. നിങ്ങളുടെ അല്ല ഉറപ്പുള്ള വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ അവരാരും ബോണ്ട് പേപ്പറിൽ എഴുതി ഇതാണ് സംസാരിച്ചത് അല്ലെങ്കിൽ ഇതിനാണ് കണ്ടതെന്ന് എഴുതി ഒപ്പിട്ട് തരുന്നുണ്ടല്ലോ. ഞങ്ങളുടെ സംഘടനയുടെ ഒരു പ്രവർത്തന ശൈലി ഞാൻ അങ്ങയോട് പറയുകയാണ്. ഇല്ല, കേട്ടറിവില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടറിവ് നിങ്ങളുടെ മാധ്യമങ്ങളിൽ കേട്ടിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ ഞാൻ ഉൾപ്പെടെ പ്രവർത്തി